ഇവിടെ ഇപ്പം എനിക്ക് കോളേജിൽ പോകാൻ ടൈമായി. നമുക്കിനി നേരെ കോളേജിലേക്ക് പോവാം. ഇന്ന് പിന്നെ കോളേജിലെ ഫസ്റ്റ് ഡേയാ. അതുകൊണ്ട് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടി, ഒരു പഴയ സ്കൂട്ടറാ. എന്ത് ചെയ്യാ, നമ്മളൊക്കെ പാവങ്ങള്. തൽക്കാലം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സ്കൂട്ടർ മോശമൊന്നുമല്ല, അത്യാവശ്യം സ്പീഡിലൊക്കെ പോവും. അപ്പം നമുക്ക് ഈ സ്കൂട്ടറും കൊണ്ട് നേരെ കോളേജിലേക്ക് പോവാം. ഇവിടെ നിന്ന് കോളേജിലേക്ക് കുറേ ദൂരമുണ്ട്. വണ്ടിയിൽ പിന്നെ അത്യാവശ്യം പെട്രോളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സീനില്ല. അവിടെ വരയ്ക്ക് കുറേ ദൂരമുണ്ട്. വണ്ടിയിൽ പിന്നെ അത്യാവശ്യം പെട്രോളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സീനില്ല. അവിടെ വരെ ഓടും. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എൻ്റെ കോളേജിലേക്ക് എത്തിയേക്കാണ്. ഇതാണ് എൻ്റെ കോളേജ്. അത്യാവശ്യം വലിയൊരു കോളേജാ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി ഇവിടെ നിർത്തിയിടാം. വണ്ടി വെക്കണ സ്ഥലം എവിടെയാണാവോ? ഞാൻ പിന്നെ ബാഗൊന്നും ഇട്ടിട്ടില്ല. ഫസ്റ്റ് ഡേ അല്ലേ, ബാഗിൻ്റെ ആവശ്യം വരില്ല. വലിയ കാര്യമായിട്ട് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. ഹലോ മോനെ. ഏയ്, ഇതാരാ വിളിക്കണേ? ഞാനാണ് വിളിച്ചത്. അതെ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് എൻട്രൻസ് ആണ്. ഓ, അപ്പോൾ വണ്ടി എവിടെ പാർക്ക് ചെയ്യുക? ഇവിടെ പാർക്കിംഗ് എവിടെയാ? അത് ഈ കോളേജിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ആ ശരി, ഞാൻ വണ്ടി മാറ്റിക്കോളാം. ആ സെക്യൂരിറ്റി ഗാർഡ് എന്നോട് വണ്ടി മാറ്റാൻ പറഞ്ഞു. ശരി, നമുക്കിനി പോയിട്ട് വണ്ടി അങ്ങ് മാറ്റാം. ഇവിടെ പാർക്കിംഗ് എവിടെയാണാവോ? ആ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് ബാക്കിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്ന. ആ നോക്കി നോക്കാം. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ വരാൻ ലേറ്റായി. ഹലോ ചേട്ടാ, അതെ, വണ്ടി പാർക്ക് ചെയ്യണ സ്ഥലം എവിടെയാ? ആ എനിക്കറിയില്ല. അത് ശരി, ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടാ അതെ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക. പോയോ അന്വേഷിക്കടാ. അത് ശരി, ഇവന്മാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. നമുക്ക് തന്നെ പോയിട്ട് അന്വേഷിക്കേണ്ടി വരും. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്താലോ? അത് വേണ്ട. എന്നാലും എന്തുട്ട് കോളേജ് ഇത്, ഒരു വണ്ടി പാർക്ക് ചെയ്യണ സൗകര്യം പോലും ഇല്ല. ഓക്കെ, ഇവിടെ 2-3 പേര് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ വണ്ടിയും കൂടിയും പാർക്ക് ചെയ്യാം. വണ്ടി എടുത്ത് മാറ്റാ, ഇത് നമ്മുടെ സ്ഥലമാണ്. എടോ, നിന്നോടാ പറഞ്ഞേ വണ്ടി എടുത്ത് മാറ്റാൻ. അതെന്താ ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്താ? ഇവിടെ സീനിയേഴ്സ് മാത്രം വണ്ടി പാർക്ക് ചെയ്താൽ മതി. നിങ്ങളെ ജൂനിയേഴ്സ് റോഡ് സൈഡിൽ പോയിട്ട് പാർക്ക് ചെയ്യും. ഞാൻ ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യും. എടാ, മര്യാദയ്ക്ക് വണ്ടി എടുത്ത് മാറ്റിക്കോ, അത് നിനക്ക് നല്ലത്. അതെ, നിങ്ങളുടെയൊക്കെ അച്ഛൻ്റെ വകയിലല്ലോ ഈ സ്ഥലം. ഞാൻ ഇവിടെ തന്നെ വണ്ടി വയ്ക്കും. അതെ, അച്ഛനെ വിളിച്ച് കളിക്കണ്ടാട്ടാ, കളി മാറും. നിന്നോട് ഞാൻ ഒരു വട്ടം കൂടി മര്യാദയ്ക്ക് പറയാണ്, ഈ വണ്ടി എടുത്ത് മാറ്റിക്കോ. അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞാൽ നിനക്ക് വണ്ടിയുടെ പാർട്സ് പറക്കാനേ നേരം ഉണ്ടാവുള്ളൂ. എന്തിട്ടാടാ നിന്റെ അച്ചാച്ചൻ്റെ പേട്ട സ്കൂട്ടറൊക്കെ കൊണ്ടുവന്നേക്കണ്? നമ്മുടെയൊക്കെ വണ്ടി നോക്ക്, വലിയ സൂപ്പർ ബൈക്കൊക്കെയാ. നീ മാത്രം പേട്ട ബൈക്കിൽ വന്നേക്കണ്. ശരി, ഞാൻ ദേ പോവാണ്. ഇവിടെ ഇപ്പം എൻ്റെ കയ്യിൽ വെപ്പൺസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇവന്മാരെ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. ശരി, നിങ്ങളൊക്കെ ഞാൻ പിന്നെ എടുത്തോളാം. ഈ പമ്മാരുടെ കയ്യിൽ നല്ല ബൈക്കുണ്ട്, ഹയാബൂസലൊക്കെ വന്നേക്കണ്. എൻ്റെ കയ്യിൽ ഈ പേട്ട സ്കൂട്ടറാ. അത് അവരുടെ വണ്ടിയുടെ അടുത്ത് വെച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് സീന്. എന്താ ചെയ്യാ, നമ്മളൊക്കെ പാവങ്ങള്. ഇവിടെ കണ്ടില്ലേ എത്ര പിള്ളേരെ കാറിലൊക്കെ വന്നേക്കണ്. ഇവിടെ ജാഗോർ ഉണ്ട്, ഔഡി ഉണ്ട്, ഇതേ അവിടെ ഒരു ബെന്റലി ഉണ്ട്. എല്ലാവരുടെ കയ്യിൽ കാശുണ്ട്. നമുക്കും ഒരു ദിവസം വരും, അന്നേരം നമ്മളും ഒരു നല്ല ബൈക്കും കൊണ്ട് വരും. ഓക്കെ, ഇതാണ് കോളേജിന്റെ പാർക്കിങ്. ഞാൻ കുറെ നേരമായിട്ട് തപ്പായിരുന്നു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി അങ്ങ് പാർക്ക് ചെയ്യാം. ഓക്കെ, വണ്ടി നമുക്ക് ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ട് പോവേ. ഇവിടെ ഒരാൾ സിഗരറ്റ് വലിക്കണ്ടല്ലോ. ചേട്ടാ, ഇത് കോളേജാ, സിഗരറ്റ് വലിക്കാൻ പാടില്ല. എടാ കൊച്ചിറക്ക, ക്ലാസ്സിൽ പോടാ. എന്തിനപ്പം എന്നെ തള്ളണേ? തനിക്ക് ഞാനാരെന്ന് അറിയില്ല ഏട്ടാ. ഇയാളുടെ പോക്കറ്റിൽ നിന്ന് കാശ് വീണുണ്ട്, നമുക്കത് എടുക്കാം. നേരത്തെ അവന്മാർക്കും 2 പൊട്ടിക്കിടന്ന് വിചാരിച്ചതാ, പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. നമുക്കിപ്പോൾ ഏതായാലും ക്ലാസ്സിൽ കയറാം, ഓൾറെഡി ലേറ്റായി. അവന്മാരെ നമുക്ക് പിന്നെ നോക്കിക്കോളാം. ഓക്കെ, ഇവിടെ അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞേക്കാണ്. ഭയങ്കര ബോറിങ് ക്ലാസ് ആയിരുന്നു. നമ്മൾ പോരാത്തതിന് ലേറ്റായിട്ടാണ് കയറി, അതുകൊണ്ട് അറ്റൻഡൻസും കിട്ടിയില്ല. ഇന്ന് വെറുതെ ക്ലാസ്സിൽ കയറി. അത് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഏതായാലും വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോവാം. ഒരു മിനിറ്റ്, ഞാൻ നേരത്തെ ഒരുത്തനെ അടിച്ചിട്ടില്ലേ, അയാളെ കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് വന്നു. ഇതിപ്പോൾ പണിപ്പാളിയല്ലോ. ഇവിടെ ഇപ്പോൾ ആർക്കും അറിയില്ല ഞാനാണ് അയാളെ അടിച്ചിട്ടെന്ന്. അഥവാ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ നമുക്ക് കേസാവും. അതുകൊണ്ട് നമുക്ക് വണ്ടി എടുത്ത് വേഗം സ്ഥലം വിടാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തിയേക്കാണ്. പിന്നെ ഞാൻ വരുന്ന വഴിയില്ലേ
ആരോ എന്നെ ഫോൺ വിളിച്ചു. ഞാൻ പിന്നെ വണ്ടി ഓടിക്കായിരുന്നു, അതുകൊണ്ട് ഫോൺ എടുത്തില്ല. നമുക്കൊന്ന് തിരിച്ചു വിളിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, ലമാറായിരുന്നു എന്നെ വിളിച്ചേ. ലമാറിന് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് എന്നോടിപ്പോൾ ഡേവിൻസ് മെഗാമാളിലേക്ക് വരാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് തൽക്കാലം മെഗാമാളിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ മെഗാമാളിലേക്ക് എത്തേക്കാണ്. ലമാറിത് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണോ കാര്യം, ഒന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ലമാറിൻ്റെ അടുത്ത് സംസാരിച്ചു. ലമാർ നമുക്ക് ഒരു ടാസ്ക് തന്നു. ആ ടാസ്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. പക്ഷെ അത് വലിയ എളുപ്പമൊന്നുമല്ല, ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. അതിനിടെ നമുക്ക് ആദ്യം എയർപോർട്ടിലേക്ക് പോകണം. എയർപോർട്ടിൽ ഒരു ജെറ്റ് ഉണ്ടാവും, ഒരു ഗോൾഡൻ പ്രൈവറ്റ് ജെറ്റാ. നമുക്കത് പോയിട്ട് അടിച്ചു മാറ്റണം. എന്നിട്ട് നേരെ സാൻഡി ഷോറിലേക്ക് പോവാ. അവിടെ ഒരു എയർലൈൻ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ലാൻഡ് ചെയ്യിക്കണം. അതാണ് ലമാർ നമുക്ക് പറഞ്ഞ ടാസ്ക്. ഭയങ്കര റിസ്ക് ഉള്ള ടാസ്കാ. കാരണം എനിക്കിപ്പോൾ വലിയ കാര്യമായിട്ട് പ്ലെയിനൊന്നും ഓടിക്കാൻ അറിയില്ല. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ, നോക്കി നോക്കാം. സംഭവം ഭയങ്കര റിസ്ക്കാ. അഥവാ നമ്മൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയ പിന്നെ നമുക്ക് കോടികളെ കിട്ടുക. അന്നേരം നമുക്ക് നല്ല ബൈക്കൊക്കെ മേടിക്കാം, എന്നിട്ട് കോളേജിൽ പോയിട്ട് പട്ടിഷ് കാണിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് എത്തിയേക്കാണ്. ആ ജെറ്റ് എവിടെയാണാവോ, എനിക്കറിയില്ല. ഇത് പിന്നെ വലിയൊരു എയർപോർട്ടാ. നമുക്ക് ആദ്യം എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറണം. എങ്ങനെ ഇപ്പോൾ കയറുക? മെയിൻ എൻട്രൻസ് വഴി എന്തായാലും കയറാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ ബോർഡിംഗ് പാസ് ഒന്നും ഇല്ല. പിന്നെ എങ്ങനെ കയറുക? നമുക്ക് വേറെ ഏതെങ്കിലും വഴി നോക്കണം. ഓക്കെ, ഇവിടെ ഒരു വഴിയുണ്ട്, പക്ഷെ ഇത് അടച്ചിട്ടേക്കാ. നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഏതായാലും തുറക്കാനൊന്നും പോണില്ല. പക്ഷെ ഇവിടെ ചെറിയൊരു റാമ്പ് പോലത്തെ സംഭവമുണ്ട്, നമുക്ക് അതുമ്മ ചാടിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിക്കണു. കയറി കഴിഞ്ഞാൽ എന്തായാലും പോലീസ് നമ്മൾ പിടിക്കും. നമുക്കധികം ടൈം ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജെറ്റ് കണ്ടുപിടിക്കാം, എന്നിട്ട് അത് അടിച്ചു മാറ്റി കൊണ്ടുവരണം. ഓക്കെ ഗൈസ്, ഞാൻ ആ റാമ്പിലേക്ക് ചാടാൻ പോവാണ്. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറിയേക്കാണ്. നമ്മുടെ വണ്ടി നല്ല ഹൈറ്റിൽ ചാടിയുണ്ട്. സേഫായിട്ട് ലാൻഡ് ആയാൽ മതിയായിരുന്നു. ഓക്കെ, സേഫ് ലാൻഡിങ്. ഓ, നമുക്കിതിവിടെ 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടിയിട്ടാ. ഞാൻ പറഞ്ഞില്ലേ, എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാണ്ടഡ് ലെവൽ വരും. പിന്നെ പോലീസുകാർ നമ്മൾ പിടിക്കാൻ വരും. നമുക്കിപ്പോൾ അധികം ടൈമില്ല, നമുക്ക് വേഗം പോയിട്ട് ആ ജെറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു വെയർ ഹൗസ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ജെറ്റൊന്നും കാണാനില്ല. ഓക്കെ, ഇവിടെ വേറെ കുറേ വെയർ ഹൗസ് ഒക്കെ ഉണ്ടാവും, നമുക്ക് അവിടെ പോയിട്ട് കണ്ടുപിടിക്കാം. അധികം ടൈമില്ല, അതേ പോലീസുകാർ വന്നു തുടങ്ങി. ഇവിടെ മുമ്പിൽ ഒരു വെയർ ഹൗസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് ജെറ്റൊന്നും ഇല്ല. അതൊരു ഗോൾഡൻ ജെറ്റാ, നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാം. ഓക്കെ, ഈ വെയർ ഹൗസ് പിന്നെ ക്ലോസ് ആണ്. അതിൻ്റെ അപ്പുറത്തൊരു വെയർ ഹൗസ് ഉണ്ട്, നമുക്കത് നോക്കി വെക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്തും ജെറ്റില്ല. പിന്നെ ഇത് എവിടെയാണാവോ? അയ്യോ, പോലീസിനെ തൊട്ട് പിന്നാലുണ്ട്. ഇതെന്താ പറ്റിയേ? അയ്യോ, എൻ്റെ വണ്ടിക്ക് തീ പിടിച്ചു. നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. നമ്മൾ പെട്ടോന്ന് തോന്നണേ. എൻ്റെ വണ്ടിയിൽ തീ പിടിച്ചു. ഒരു മിനിറ്റ്, മുമ്പിൽ ഒരു ജെറ്റ് ഉണ്ട്, അതാണോ? ഇതും ഒരു ഗോൾഡൻ പ്രൈവറ്റ് ജെറ്റാ. ഇത് തന്നെ ആയിരിക്കണം, നമുക്കിതങ്ങ് അടിച്ചു മാറ്റാം. ഓക്കെ, നമ്മളിത് പ്ലെയിൻ്റെ അകത്തേക്ക് കയറിയുണ്ട്. പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്തു. പോലീസുകാർ ഈ ജെറ്റുമ്പളേക്ക് വെടിയൊക്കെയുണ്ട്. നമുക്ക് വേഗം ടേക്ക് ഓഫ് ചെയ്യാം. ഓ, ഇവിടെ റൺവേ എവിടെയാ? റൺവേയിൽ കയറ്റിയാലേ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് തന്നെ ആയിരിക്കണം റൺവേ. നമുക്കിനി വേഗം ടേക്ക് ഓഫ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇതേ മുമ്പിൽ പോലീസ് വരുന്നു. നമുക്ക് ഫ്ലൈറ്റ് അങ്ങ് പൊന്തിക്കാം. ബൈ ബൈ, ഹാവ് എ ഗ്രേറ്റ് ടൈം. നമ്മളങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സാൻഡി ഷോർ എയർപോർട്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ സാൻഡി ഷോർ എയർപോർട്ടിലേക്ക് എത്തേക്കാണ്. നമുക്ക് പതുക്കെ പ്ലെയിൻ അങ്ങ് ലാൻഡ് ചെയ്യാം. ഓ, സേഫായിട്ട് ലാൻഡ് ആയാൽ മതിയായിരുന്നു. ഓക്കെ, സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുമ്പിൽ ഒരു ചെറിയ വെയർ ഹൗസ് ഉണ്ട്, അവിടെ പാർക്ക് ചെയ്യാനല്ല അമ്മാർ പറഞ്ഞേ. പക്ഷെ ഇതിൻ്റെ അകത്തേക്ക് ഈ പ്ലെയിൻ കടക്കുമെന്ന് തോന്നണില്ല. കടക്കില്ല. നമുക്ക് തൽക്കാലം പ്ലെയിൻ ഇവിടെ നിർത്തിയിടാം. ഓക്കെ, ഞാനിവിടെ പ്ലെയിൻ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ലമാറിനെ വിളിച്ച് പറയാം. ലമാർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈസ കിട്ടിയാൽ മതി. ഓക്കെ, ഇവിടുത്തെ ലമാർ വന്നിട്ടുണ്ട്. ഓ, ലമാർ വന്ന വണ്ടി കണ്ട, ഒരു രക്ഷയില്ല. ആ, ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ നമുക്കും ഇതേപോലത്തെ വണ്ടി എടുക്കാം. അതെ ലമാറേ, ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓ, നീ ശരിക്കും ജെറ്റ് കൊണ്ടുവന്നാ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ വിചാരിച്ചത് നിന്നെ കൊണ്ട് പറ്റില്ലെന്നാ. എന്നാ നീ ഒരു കാര്യം ചെയ്, ഈ ബൈക്ക് അങ്ങ് എടുത്തോ, നീ സ്വന്താക്കിക്കോ. ഇത് ത്രോൺ ബൈക്കാ, ഇത് വളരെ റയർ ബൈക്കാ.
ഈ ലോകത്തിൽ തന്നെ 5-6 അതിലൊരു ബൈക്കാണ് ഇത്. നീ ഇത് സ്വന്താക്കിക്കോ. ശരിക്കും? ഞാൻ ഇരുന്ന് നോക്കട്ടെ. ഓ വണ്ടി സെറ്റ് വണ്ടിയാ, ഒരു രക്ഷയില്ല. അപ്പോൾ ശരിടാ, ഇനി ഇതേപോലത്തെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ ഞാൻ മറക്കാണ്ട് വിളിക്ക്, ഞാൻ വരാം. ഓടോ. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ ബൈക്ക് കിട്ടിയേക്കാണ് കേട്ടോ. ഇനി നമുക്ക് നാളെ കോളേജിൽ പോയിട്ട് പട്ടിച്ചു കാണിക്കാം. കാരണം ഇത് റയർ ബൈക്കാ, എല്ലാവർക്കും ഇത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. എന്നെ നേരത്തെ കുറെ സീനിയേഴ്സ് കളിയാക്കിയില്ലേ, അവർക്കങ്ങ് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ വീണ്ടും കോളേജിലേക്ക് എത്തിയേക്കാണ്. ഇവന്മാർ ഇത് എവിടെ നിൽക്കണ്ടല്ലോ, നമുക്കങ്ങ് കാണിച്ചു കൊടുക്കാം. അതെ, നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ, എന്നെ കൊണ്ട് വണ്ടിയൊന്നും മേടിക്കാൻ പറ്റില്ല എന്നാ? നോക്കടാ, ഇതാണ് ത്രോൺ ബൈക്ക്. നിങ്ങളുടെ കയ്യിൽ എത്ര കാശുണ്ടായാലും കാര്യമില്ല, ഈ വണ്ടി മേടിക്കണമെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. ത്രോൺ ബൈക്കാ? നിനക്ക് അവിടെ നിന്ന് ഇത്രയും കാശ് നീ എങ്ങനെ മേടിച്ചേ? അതൊക്കെ ഉണ്ട്. ഇവൻ മേടിച്ചതാവില്ല, ഇവൻ എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാവും. അത് ശരിയാ, ഇവനെ എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാവും. നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിനെ വിളിച്ചറിയിക്കാം. പോലീസിനെ വിളിച്ചറിയിക്കേ. വേണ്ട വേണ്ടെന്ന് നിൽക്കുമ്പോൾ തല കയറിച്ചാടാ. എടി പെണ്ണുമ്പളെ, നീ എന്താ വിചാരിച്ചേ ഞാനൊരു പാവാന്നാ? ഞാൻ വലിയൊരു ഗാങ്സ്റ്ററാ. ഞാനൊരു പ്രൈവറ്റ് ജെറ്റ് അടിച്ചു മാറ്റിയിട്ടാണ് എനിക്ക് ഈ ബൈക്ക് കിട്ടിയേ. നീ എന്താ വിചാരിച്ചേ? നീ പ്രൈവറ്റ് ജെറ്റ് അടിച്ചു മാറ്റിയേ? നിങ്ങൾ വേണമെങ്കിൽ ന്യൂസ് വെച്ച് നോക്കിക്കോ, അതിലെന്നെ കാണാം. ഇവൻ സീനാണല്ലോ. അല്ല പിന്നെ, നമ്മുടെ അടുത്ത കളി.